السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله العلي القدير والحمد لله الباري الخير والصلاة والسلام على المصطفى النبي البشير والنذير وآله وصحبه أجمعين. أما بعد. سورة الضحى മുതൽ സൂറത്തു നാസ് വരെയുള്ള ഓരോ സൂറത്തുകളും തെറ്റുകൂടാതെ ഓതാൻ പഠിക്കുകയാണല്ലോ നാം ചെയ്യുന്നത്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് വളരെ മഹത്വമുള്ള സൂറത്തായ സൂറത്തുൽ ഖദർ അഥവാ ഇന്നാ അൻസൽന സൂറത്താണ്. ഈ സൂറത്ത് ഓതിയാലുള്ള മഹത്വങ്ങൾ ധാരാളമുണ്ട്. ഒരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി ഉഅ്തിയ മിനൽ അജ്ർ കമൻ സാമ റമളാൻ വ അഹ്യാ ലൈലത്തുൽ ഖദ്ർ. ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ പാരായണം ചെയ്താൽ ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഹയാത്താക്കിയാൽ ലഭിക്കുന്ന പ്രതിഫലവും റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലവും പോലെയുള്ള പ്രതിഫലം അഥവാ കൂലി അവന് ലഭിക്കുന്നതാണ്. റമളാൻ മാസം നോമ്പനുഷ്ഠിച്ചാൽ എത്ര വലിയ പ്രതിഫലമാണ് ലഭിക്കുന്നത്. ലൈലത്തുൽ ഖദ്ർ, ഖദ്റിൻ്റെ രാത്രി ഹയാത്താക്കി ഇബാദത്തെടുത്താൽ എത്ര പ്രതിഫലമായിരിക്കും ലഭിക്കുക. അങ്ങനെയുള്ള പ്രതിഫലമാണ് ഇന്നാ അൻസൽന സൂറത്ത് ഓതിയാൽ ആ ഓതിയ വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു തആല നൽകുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം, മൻ ഖറഅ സൂറത്തുൽ ഖദ്രി മിഅത മറ. ആരെങ്കിലും സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽന സൂറത്ത് 100 വട്ടം പാരായണം ചെയ്താൽ അദ്ഖലല്ലാഹു തആല ഇസ്മഹുൽ അഅ്ളം ഫീ ഖൽബി. അവൻ്റെ ഹൃദയത്തിൽ ഇസ്മുൽ അഅ്ലമിനെ അല്ലാഹു തആല പ്രവേശിപ്പിക്കുന്നതാണ്. ഇസ്മുൽ അഅ്ലം ഒരാളുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നേട്ടം? വയദ്ഉ ദാലിക്കൽ അബ്ദ് ബിമാ ശാ തഖ്ലി ഹവായിജ. അതുകൊണ്ട് അവൻ എന്ത് കാര്യങ്ങൾ സഫലമാകാൻ ഉദ്ദേശിച്ച് അള്ളാഹുവിനോട് ചോദിച്ചാൽ, ദുആ ചെയ്താൽ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു തആല അവന് നിറവേറ്റി കൊടുക്കുന്നതാണ്. വല്ലാത്ത മഹത്വം തന്നെയാണ്. നാം ദിവസവും എത്രയാണ് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, നമ്മുടെ പല പല കാര്യങ്ങളും നിറവേറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്ത് കാര്യങ്ങൾ സഫലമാകാൻ ഉദ്ദേശിച്ചുകൊണ്ടാണോ ഒരടിമ അള്ളാഹുവിനോട് ദുആ ചെയ്തതെങ്കിൽ ആ കാര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല സാധിപ്പിച്ചു തരുന്നതാണ്. സൂറത്തുൽ ഖദ്ർ ഇന്നാ അൻസൽന സൂറത്ത് 100 വട്ടം ഓതിയ ആ മനുഷ്യൻ്റെ ദുആ നമ്മുടെ എല്ലാവരുടെയും വലിയ ഒരു ആഗ്രഹമാണ്. നമ്മുടെ എല്ലാമായ ആദരവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണുക എന്നുള്ളത്. നേരിട്ട് ഏതായാലും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല, ഇനി കാണാൻ ദുനിയാവിൽ നിന്ന് കഴിയുകയുമില്ല. എന്നാൽ ദുനിയാവിൽ നിന്ന് സ്വപ്നത്തിലെങ്കിലും കാണാൻ ആഗ്രഹമില്ലാത്ത ആരാണുള്ളത്? എന്നാൽ അങ്ങനെ സ്വപ്നത്തിൽ മുത്തുനബിയെ കാണണമെങ്കിൽ മൻ ഖറഅഹാ യൗമൽ ജുമുഅത്തി അൽഫ മറ. ആരെങ്കിലും ഇന്നാ അൻസൽന സൂറത്ത് ജുമുഅ ദിവസം 1000 വട്ടം ഓതിയാൽ ലം യമുത് ഹത്താ യറാ മുഹമ്മദ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാതെ അവൻ മരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സ്വപ്നത്തിൽ കാണാൻ അല്ലാഹു തആല നമുക്ക് സൗഭാഗ്യം ചെയ്യട്ടെ. ഇങ്ങനെ ധാരാളം മഹത്വങ്ങൾ അടങ്ങിയ സൂറത്താണ് സൂറത്തുൽ ഖദ്ർ. നമ്മുടെ ഏറ്റവും വലിയ ശത്രു ആരാണ്? നമ്മെ ഇടങ്ങാറാക്കുന്ന, ബുദ്ധിമുട്ടാക്കുന്ന ശത്രു നമ്മുടെ സുഹൃത്തുക്കളല്ല, അയൽവാസികളല്ല, ആരുമല്ല. ഏറ്റവും വലിയ ശത്രു ശൈത്താനാണ്, ഇബ്ലീസാണ്. നമ്മുടെ എല്ലാ നന്മകളെയും തടയുന്നവൻ ഇബ്ലീസാണ്. തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവൻ ഇബ്ലീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് ഒരിക്കൽ ചോദിക്കുകയാണ്,
നിങ്ങളുടെയും ഇബ്ലീസിൻ്റെയും ഇടയിൽ ഒരു മതിൽ വേണോ സഹാബ? അപ്പോൾ സഹാബികൾ പറയുകയാണ്, ഖാലൂ നഅം യാ റസൂലല്ലാഹ്, അതേ നബിയെ. അപ്പോൾ മുത്തുനബി തങ്ങൾ സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇഖ്റഊ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇന്നാ അൻസൽനാ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യൂ ബഅദൽ മഗ്രിബി വ ബഅദൽ ഫജ്ർ സലാസ മറാത്ത്. ഫജ്ർ നിസ്കാരവും മഗ്രിബ് നിസ്കാരവും നിസ്കരിച്ച് ആ സ്ഥലത്തു നിന്നും എഴുന്നേൽക്കുന്നതിൻ്റെ മുമ്പ് 3 തവണ ഇന്നാ അൻസൽന സൂറത്ത് ഓതിയാൽ അവൻ്റെയും ഇബ്ലീസിൻ്റെയും ഇടയിൽ ഒരു മതിൽ സൃഷ്ടിക്കുന്നതാണ്. മാത്രമല്ല 3 തവണ ഓതിയതിനു ശേഷം യാ അല്ലാഹ് യാ സാഹിബൽ ഖുദ്റ ഫർരിജ അന്നി ഹമ്മി വകർബി എന്ന ദുആയും ചെയ്യുക. ഇതൊക്കെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും പ്രവർത്തിക്കേണ്ടതാണ്, പതിവായി ഓതേണ്ടതുമാണ്. ഇങ്ങനെ പറഞ്ഞാൽ തീരാത്തത്ര മഹത്വങ്ങളാണ് ഈ സൂറത്തിനുള്ളത്. രോഗശമനത്തിന് ഈ സൂറത്ത് ഓതി മന്ത്രിക്കാം, മന്ത്രിച്ചൂതിയ വെള്ളം കുടിക്കാം. സമ്പത്തിൽ വർധനവുണ്ടാകാൻ, ആപത്തിൽ നിന്ന് രക്ഷ ലഭിക്കാൻ, ചെയ്തുപോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പൊറുത്തു തരാൻ, ഇങ്ങനെ ദുനിയാവിലും ആഖിറത്തിലുമുള്ള ധാരാളം നേട്ടങ്ങൾ ലഭിക്കാൻ ഈ സൂറത്ത് നാം പതിവായി ഓതണം. തജ്വീദ് അനുസരിച്ച് ഓതി പഠിക്കുകയും ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീഖ് ചെയ്യട്ടെ. സൂറത്തുൽ ഖദർ എല്ലാ കാര്യങ്ങളും നിർണയിക്കുന്ന രാവിനെക്കുറിച്ച് വിവരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ഖദർ. ലോകാവസാനം വരെയുള്ള മാനവകുലത്തിൻ്റെ ഐഹികവും പാരത്രികവുമായ സകല നന്മക്കും കാരണമായ വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ രാവാണ് ലൈലത്തുൽ ഖദർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. തീർച്ചയായും ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണ്, ഖദറിൻ്റെ രാവിൽ. വിശുദ്ധ ഖുർആനിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് 3 ഘട്ടമായിട്ടാണ്. അതിലാദ്യത്തെ 2 ഘട്ടവും മൊത്തമായിട്ടാണ്, ഖുർആൻ മൊത്തമായിട്ടാണ് ഇറക്കിയത്. ഒന്നാമത്തെ ഘട്ടം അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ലൗഹുൽ മഹ്ഫൂദിലേക്കുള്ള ഇറക്കമാണ്. രണ്ടാമത്തെ ഘട്ടം ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും 1-ാം ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്ന ബൈത്തുൽ ഇസ്സയിലേക്കാണ്. നാം ഇന്ന് പഠിക്കുന്ന സൂറത്തിൽ പറയുന്ന പരാമർശം ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് പറയുന്ന പരാമർശം ഈ ഒരു ഘട്ടത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ്. 3-ാമത്തെ ഘട്ടം 1-ാം ആകാശത്തിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവശ്യാനുസരണം ഇറക്കിയതാണ്. ഇതാണ് 3-ാമത്തെ ഘട്ടം. ഈ സൂറത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് പാരായണം ചെയ്തു പഠിക്കാം. ഇതിൻ്റെ വ്യാഖ്യാനത്തിലേക്കും വിശദീകരണത്തിലേക്കൊന്നും ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ആദ്യം പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വിവരിക്കും. അവസാനം സംഘമായി ഓതി പരിശീലിക്കുകയും ചെയ്യാം. പാരായണം തുടങ്ങാം. 1-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. 1-ാമത്തെ പദം ഇന്ന. ഷദ്ദുള്ള നൂനാണല്ലോ. ഷദ്ദുള്ള നൂൻ മീം ഏത് സ്ഥലത്ത് വന്നാലും നന്നായി മണിക്കണം. നന്നായി മണിച്ചുകൊണ്ട് ഉന്നത്ത് ചെയ്തുകൊണ്ടാണ് ഓതേണ്ടത്. ഇന്ന അമ്മ ഇമ്മ ഇങ്ങനെ നന്നായി മണിക്കണം. മറ്റൊന്ന് ഇന്ന മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ വന്നതിനാൽ നന്നായി മദ് ചെയ്യുക, നീട്ടിയാണ് ഓതേണ്ടത്. തൊട്ടടുത്ത പദം അൻസൽന. അൻ
സുക്കൂനുള്ള നൂനാണ്, ശേഷം സായ് വന്നു, അതിനാൽ ഇഖ്ഫാ ചെയ്യണം. മറച്ചു മണിച്ചുകൊണ്ട് ഉന്നത്തോടെയാണ് ഓതേണ്ടത്. അൻസൽന എന്നല്ല, അൻസൽന. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അൻസൽനാഹു, ഹ അവ്യക്തമായി പോകാൻ പാടില്ല. ഫീ ലൈലത്തിൽ ഖദ്ർ, ഫീ ലൈലത്തിൽ ഖദ്ർ. ഖദ്ർ ഇവിടെയുള്ള ഖാഫിനെ കാഫായി ഖദ്ർ എന്നല്ല ഉച്ചരിക്കേണ്ടത്, ഖാഫായി തന്നെ മൊഴിയണം. ഒന്നുകൂടി ശ്രദ്ധിച്ചു കേൾക്കൂ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. അടുത്തായത് വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. വമാ, അവിടെയും നന്നായി മദ് ചെയ്യണം. കാരണം തൊട്ടു മുമ്പുള്ള ആയത്തിൽ പറഞ്ഞതുപോലെ തന്നെ മദ്ദക്ഷരമായ അലിഫിന് ശേഷം വമാ, മീമിന് ശേഷം നീട്ടുന്ന അലിഫാണല്ലോ. നീട്ടുന്ന അലിഫിനാണ് മദ്ദക്ഷരമായ അലിഫ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഈ അലിഫിന് ശേഷം ഹംസയാണ് വന്നത്, നന്നായി മദ് ചെയ്യുക. അദ്റാക, അദ്റാക എന്ന പദത്തിലെ ദാലിൽ ഖൽഖല കൊടുത്തുകൊണ്ട് അദ്റാക ഇങ്ങനെയാണ് ഓതേണ്ടത്. ചിലരോതുന്നത് പോലെ അദ്റാക എന്നല്ല. മാ ലൈലത്തുൽ ഖദ്ർ. ശ്രദ്ധിച്ചു കേൾക്കൂ ഒന്നുകൂടി. വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. അടുത്തായത് ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. ലൈലത്തുൽ ഖദ്രി, ലൈലത്തുൽ ഖദ്രി ഖാഫ് ശ്രദ്ധിക്കണം. മറ്റൊന്ന് ഖൈറുൻ, ഖൈർ എന്ന പദത്തിലെ ഹാ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഖൈർ എന്ന് ഹാ ആയിട്ടോ ഹാ ഇല്ലാത്തതുപോലെ ഹംസയായിട്ടോ ഒന്നും ഉച്ചരിക്കാൻ പാടില്ല. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ, ഖൈറും മിൻ അവിടെയും നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ അൽഫി ഷഹർ, മിൻ അൽഫി ഷഹർ. ഷഹർ എന്ന പദത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഓതാറുള്ളത് ഷഹർ എന്നാണ്. ഷഹർ ഹായിൽ അല്പം ഖൽഖല അഥവാ ചലനശബ്ദം എന്ന ആ സിഫത്ത് നൽകിക്കൊണ്ട്, അങ്ങനെ കൊടുക്കേണ്ടതില്ല. ഷഹർ ഇങ്ങനെയാണ് ഓതേണ്ടത്. ഷഹർ. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. അടുത്തായത് തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. തനസ്സലു, ശ്രദ്ധിക്കണം. അൽ മലായികതു അവിടെയും നന്നായി മദ് ചെയ്യണം. മദ്ദക്ഷരമായ അലിഫിന് ശേഷം മലാ, ലാമിന് ശേഷം അവിടെ ഒരു അലിഫുണ്ട്. ആ അലിഫിന് ശേഷം ഹംസ വന്നു, അതിനാൽ നന്നായി മദ് ചെയ്യണം. വറൂഹു, റായിന് ഷദ്ദുണ്ട്, പിടപ്പിച്ചുകൊണ്ട് വർറൂ ഇങ്ങനെ ഉച്ചരിക്കാൻ പാടില്ല, പിടപ്പിക്കാതെ. വറൂഹു. മറ്റൊന്ന് വറൂഹു ഹ ആണ്, ഹ ആയി പോകാനും പാടില്ല. ഫീഹ, ഫീഹ ഹ അവ്യക്തമായി പോകരുത്. ബിഇദ്നി റബ്ബിഹിം, ബിഇദ്നി ദാലിൽ ഖൽഖല ഉണ്ടാവാൻ പാടില്ല. മറ്റൊന്ന് ദാല് പോലെ ബിഇദ്നി എന്നും ആയി പോകാൻ പാടില്ല, ദാലായി തന്നെ ഉച്ചരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പദമാണ് ബിഇദ്നി എന്ന പദം. ബിഇദ്നി റബ്ബിഹിം, റബ്ബിഹിം മിൻ കുല്ലി അംർ. റബ്ബിഹിം അവിടെയും മണിക്കണം, നന്നായി മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. മിൻ കുല്ലി അംർ, മിൻ കുല്ലി അംർ ഇവിടെയും മണിക്കണം. കാരണം മിൻ സുക്കൂനുള്ള നൂനാണ്, ശേഷം കാഫ് വന്നതിനാൽ ഇഖ്ഫാ
ചെയ്യണം, അഥവാ മണിച്ചുകൊണ്ടാണ് ഓതേണ്ടത്. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. അവസാനത്തെ ആയത്ത് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ ഹത്താ ഹി അവ്യക്തമായി പോകാൻ പാടില്ല. ഹത്ത എന്ന പദത്തിൽ ഹ ആയി ഹത്ത എന്ന് ഉച്ചരിക്കാൻ പാടില്ല. മത്ലഇ ത്വായിൽ ഖൽഖല ഉണ്ടാവണം, അതോടൊപ്പം ത്വാ ആയി തന്നെ ഉച്ചരിക്കണം. താ ആയി മത്ലഇ എന്നൊന്നും ഉച്ചരിക്കാൻ ഒരിക്കലും പാടില്ല. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ സൂറത്ത് പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഈ പറഞ്ഞ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തെറ്റുകൂടാതെ ഓതിപ്പഠിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുമ്പുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുപോലെ ഓരോ ആയത്തുകളും 2 തവണ ഓതും. രണ്ടാമത്തെ തവണ കൂടെ നിങ്ങളും ഓതുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. وما أدراك ما ليلة القدر. وما أدراك ما ليلة القدر. ليلة القدر خير من 1000 شهر. ليلة القدر خير من 1000 شهر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. تنزل الملائكة والروح فيها بإذن ربهم من كل أمر. سلام هي حتى مطلع الفجر. سلام هي حتى مطلع الفجر. ഈ സൂറത്ത് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഓതുക. ഇതിൻ്റെ എല്ലാ മഹത്വങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രൂപത്തിൽ തെറ്റുകൂടാതെ ഓതിപ്പഠിക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.